ഇത്രയും നാൾ ശൈത്യയെ കട്ടപ്പ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കട്ടപ്പ ആയതുകൊണ്ട് തന്നെ, അത് അനു പറഞ്ഞുകൊണ്ടല്ല, നമ്മൾ പ്രേക്ഷകർ കണ്ടാലേ കണ്ട കാര്യമാണ്. അതൊരു പക്ഷേ ബിഗ് ബോസ് ഇനി AI വഴി ശൈത്യയെ മാറ്റി ഇട്ടതാണോ എന്നറിയില്ല. ശൈത്യയുടെ രൂപത്തിൽ, ശൈത്യയുടെ പെരുമാറ്റത്തിൽ, ശൈത്യയുടെ സംസാരത്തിൽ നിന്നുമാണ് നമ്മൾ കട്ടപ്പ എന്ന് വിലയിരുത്തിയത് അല്ലേ. അതും ഇപ്പോൾ അനുവിൻ്റെ തലയിലേക്കാണ് കുറ്റങ്ങൾ ചെലുത്തിക്കൊണ്ടെത്തിയിരിക്കുന്നത്. ഈ ശൈത്യനെ പോലെയുള്ളൊരു കണ്ടസ്റ്റൻറ്റിനാണോ ബിഗ് ബോസ് അവസാന ഘട്ടത്തിലൊക്കെ വീട്ടിലേക്ക് കയറ്റി വിടേണ്ടത്? ഇപ്പോൾ മത്സരത്തിൻ്റെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് കലാശക്കോട്ടിലേക്ക് വോട്ടിംഗ്. ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനൊക്കെ വീടിനകത്തേക്ക് കയറ്റി വിട്ടിട്ട്, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ശൈത്യനെ കട്ടപ്പ എന്നല്ല വിളിക്കേണ്ടത്, വിഷം, പാമ്പ് എന്നൊക്കെ തന്നെയാണ് വിളിക്കേണ്ടത്. ശൈത്യം അത് തന്നെ പറയുന്നുണ്ട്, എന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ അറിവിൽ കട്ടപ്പ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കൊടുവിഷം പാമ്പ് തന്നെയാണ് ശൈത്യം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന് ലൈവിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ സംസാരം തുടങ്ങിയിരിക്കുന്നത് ശൈത്യമാണ്. ശൈത്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വീടിനകത്തേക്ക് കയറിയത്. അത് ശൈത്യയുടെ നാവിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. ശൈത്യം വന്നപ്പോൾ തന്നെ അനുമോളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നില്ല, അവോയ്ഡ് ചെയ്ത് പോകുമായിരുന്നു. അത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. പിന്നീട് അനുമോൾ അത്തരത്തിൽ തന്നെയായി, മൈൻഡ് ചെയ്യാണ്ടായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ശൈത്യയ്ക്ക് അനുമോൾ മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനുമോളുടെ നാവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുക്കണം. അതായത് ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്നത് അനീഷും അനുമോളുമാണ്. അനുമോളെ ഡൗൺ ആക്കണം. അതിനുവേണ്ടി മാക്സിമം ശൈത്യം ശ്രമിക്കുന്നുണ്ട്. അനീഷ് വിന്നർ ആവണം തന്നെയാണ് ശൈത്യയുടെ ആഗ്രഹം. ശൈത്യ എയർപോർട്ടിൽ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് ശൈത്യ അനുമോൾ പറയുകയാണ്, നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ, കടന്നല് കുത്തി പോലെ. എന്ത് പറഞ്ഞാലും എങ്ങനെയാണ്, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അനുമോളോട് ഒരു പുച്ഛമാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ശൈത്യയ്ക്ക് നല്ല രീതിയിൽ അസൂയയും കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ അനുമോളോട്. അതിൻ്റെ ആവശ്യമില്ല, സുഹൃത്തല്ലേ, സുഹൃത്തിന് ഒരുപക്ഷെ നല്ലത് വന്നാൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ അസൂയയും കുശുമ്പൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇതുപോലെ കണ്ണീരൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നേക്കാം. അത്തരത്തിലാണ് ശൈത്യയുടെ കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ സംഭവങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ അനുമോൾ പറയാൻ ഒന്നുമില്ല എന്ന്. അപ്പോൾ എപ്പോൾ മുതലാണ് നീ എന്തിനാ എന്നെ കട്ടപ്പാന്ന് വിളിച്ചത്, എൻ്റെ ഒരു റീസൺ പറയൂ എന്ന് അനുമോളോട് ചോദിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, വൈൽഡ് കാർഡ് വന്ന് ഒരാളല്ല പറഞ്ഞ് 2 പേര് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തോ എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പുറത്ത് നിന്ന് ഒരാളാണ് വന്ന് പറയുന്നത്, ഒരാളല്ല 2 പേര് വന്ന് പറയുന്നു. അപ്പോൾ അനുമോൾക്ക് പുറത്ത് എന്താ നടന്നതെന്ന് അറിയില്ല. ഇവർ പറയുന്നത് വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അവിടെ ബന്ധം കൂടാനല്ല ഇവരാരും വന്നിരിക്കുന്നത്, ഇവർ കളിക്കാനാണ്. അപ്പോൾ അനുമോളുടെ കൂടെ നിന്ന് അനുമോളെ ബാക്കിൽ കുത്തുന്നുണ്ട്, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെന്ന് 2 വൈൽഡ് കാർഡുകൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ളവർ ചിന്തിക്കും എന്തോ ഒരു പണിയുണ്ട്. പിന്നെ ശൈത്യയുടെ പെരുമാറ്റവും അത്തരത്തിൽ തന്നെയായിരുന്നു. മറ്റേ ടീമിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ ചെയ്യുന്നത് പറയുന്നതൊക്കെ തെറ്റായിരുന്നു. ഇതേപോലെ കിടന്ന് ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അതായത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശൈത്യം കളിക്കുന്നത്, അനുമോളുടെ കൂടെ നിന്നിട്ട് അനുമോളെ തന്നെ കുത്തി കളിക്കുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ശൈത്യം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകർ കട്ടപ്പ, വിഷം, പാമ്പ് എന്നൊക്കെ വിളിച്ചത്. ഇതിപ്പോൾ അനുമോളുടെ PR വിളിച്ചതാണ്. നിൻ്റെ PR എൻ്റെ ജീവിതം തകർത്തു, നിൻ്റെ PR ആണ് എന്നെ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ശൈത്യനെയാണ് കേട്ടോ കണ്ടത്. ഈ ഒരു സമയത്ത് ശൈത്യനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരിക്കലും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറ്റി വിടാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ മെൻ്റലി ഡൗൺ ആയിട്ടായിരിക്കും 7 പേരും. ഇവരൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകും. ആ ഒരു സമയത്താണ് ഒറ്റപ്പെടുത്തുക, അതേപോലെ തന്നെ ഇങ്ങനെ കുറ്റങ്ങൾ പറയുക, അതിനോടൊക്കെ വഴക്കുണ്ടാക്കുക. ആരെ കാണിക്കാനാണ് ഈ ശൈത്യ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശൈത്യയ്ക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള മനസ്ഥിതി വരില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശൈത്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തീർക്കാനുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആവാമായിരുന്നു. വീടിനകത്തുള്ളത് വീടിനകത്ത് വെച്ച് തീർക്കണം എന്നുള്ളൊരു കാര്യമാണ് ശൈത്യം പറയുന്നത്. അനുമോളോട് വന്നപ്പോൾ തന്നെ നല്ല ക്ലോസ് ആയിട്ട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുപോലെ ഒച്ചപ്പാടും ബഹളം എടുത്തിട്ടല്ലായിരുന്നു ശൈത്യം സംസാരിക്കേണ്ടിയിരുന്നത്. നിന്നെപ്പറ്റി എന്ത് ചെറ്റത്തരം വേണമെങ്കിലും എനിക്ക് പറയാമായിരുന്നല്ലോ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അനുമോൾ തന്നെ പറയൂ അനുമോൾ ചെറ്റയാണെന്ന് ശൈത്യം അടുത്ത്. അനുമോൾ തന്നെ പറഞ്ഞ് പല കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്ന് അനുമോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് വിടാറുന്നത്. എയർപോർട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ അനുമോളെ വിന്നർ ആവണ്ട, അനുമോളെ അനീഷേട്ടനെ ഞാൻ കെട്ടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് പോയ ആളാ. അനുമോളെക്കുറിച്ച് പറഞ്ഞു ഒന്നിനും മിണ്ടാറില്ല എന്നൊക്കെ പറയുന്നത്. അനുമോൾ ആദിലിനെ നൂറയും ബാക്ക് സ്റ്റാബ് ചെയ്തത് അതെപ്പോഴാണ് നമ്മൾ കണ്ടില്ലല്ലോ. നമ്മൾ കാണാത്ത ഭാഗം എങ്ങനെയാണ് ശൈത്യം മാത്രം കണ്ടത്? ശൈത്യം ഏത് ചാനലിലാണാവോ ബിഗ് ബോസ് കാണുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ശൈത്യം കണ്ടു അത്ര. അനീഷിനെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമോള്. എന്തൊക്കെയാ ഒരു ഫ്രണ്ടിനെ കുറിച്ച്. അത് ഫൈനലിൽ വന്നിരിക്കുകയാണ്, തൻ്റെ സുഹൃത്ത് ഫൈനലിൽ എത്തിയിരിക്കുന്നു. കപ്പടിക്കൂല്ലെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്തതിന് പകരം അവൾക്ക് കപ്പ് കിട്ടരുത്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ണീരൊഴിക്കാലും കുഴപ്പമില്ല, ഒരു അടിക്ക്
സർട്ടിഫിക്കറ്റൊക്കെ അല്ലേ, അപ്പോൾ കണ്ണീരൊഴിക്കാലും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കപ്പ് കിട്ടരുത്, അവൾ തോറ്റു പോകണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം കയറി വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ശൈത്യ. എനിക്ക് എന്തായാലും എപ്പിസോഡിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ വരും. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശൈത്യ ഇവിടെ വെച്ച് ഇപ്പോഴല്ലായിരുന്നു സംസാരിക്കേണ്ടിരുന്നത്. ശൈത്യക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് ഈ ഒരു കാര്യം വന്ന് പറയാമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ എത്രത്തോളം ആക്റ്റീവാണ് ഇവരെല്ലാവരും, എല്ലാം ഡാൻസ് കളിക്കുന്നു, പാട്ടുകൾ പാടുന്നൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പറയാവുന്ന കാര്യമില്ല, നമ്മളൊരു പ്രശ്നമൊന്നുമില്ല. എന്തിനാ ഇങ്ങനെ ഒരു പ്രഹസനമൊന്നും മനസ്സിലാവുന്നില്ല. അത് ഈ അവസാന സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വോട്ടിനെ ഇവരുടെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇവർ വിചാരിച്ച ആൾക്കാർ തന്നെ വിന്നറായി വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ശൈത്യ അത്തരത്തിലൊക്കെ പെരുമാറുന്നത്. എന്തായിക്കോട്ടെ, എന്തായാലും ഒരു ചീപ്പ് ഗെയിമായിരുന്നു ശൈത്യ, ഷെയ്മ് ഓൺ യു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കളികൾ നടക്കട്ടെ. മനസ്സിലെ സങ്കടമെന്ന് പറയുന്നു, സങ്കടങ്ങളൊക്കെ പെയ്തൊഴിക്കട്ടെ അവിടെ തന്നെ. നമുക്ക് നോക്കാം എത്രത്തോളം ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ വരും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.